നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ BS രാജേഷ്. പ്രധാന വാർത്തകളിലേക്ക്. ഡൊണാൾഡ് ട്രംപ് ഏകാധിപത്യ പട്ടമണിയാനുള്ള ശ്രമങ്ങളിലാണ്. ട്രംപിന്റെ ജന്മദിനമായ ജൂൺ 14-ന് വാഷിംഗ്ടണിൽ സൈനിക പരേഡ് നടത്തി ആഘോഷിക്കാൻ വൈറ്റ് ഹൗസ്. ട്രംപിന്റെ പോക്ക് ഇനി എങ്ങോട്ടാണ്? ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി US-ൽ പിരിച്ചുവിടലിനുമപ്പുറം നിയമന നിരോധനം കൊണ്ടുവരാൻ ഒരുങ്ങി വൈറ്റ് ഹൗസ്. സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയിലെ ജീവനക്കാരെ 1200 പേരായി കുറയ്ക്കാനും തീരുമാനം. US-ന്റെ പ്രതിരോധ ചെലവുകളിൽ $163 ബില്യൺ വെട്ടിക്കുറവ് വരുത്തി പ്രതിരോധ ബജറ്റ് മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം. വീണ്ടും FBI-ക്കും ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷനും അടക്കം ചിലവുകൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരും. പാകിസ്ഥാന് ഫണ്ടുകളും വായ്പകളും നൽകുന്നത് പുനഃപരിശോധിക്കണമെന്ന് IMF-നോട് ആവശ്യപ്പെടുന്ന നീക്കവുമായി ഇന്ത്യ. പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെടും. ഇന്ത്യ തുടങ്ങി വച്ചത് പാകിസ്ഥാന്റെ ചെയ്തികൾ രാജ്യാന്തര വേദികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പാകിസ്ഥാന് ലഭിക്കേണ്ട സഹായങ്ങൾ തടയാൻ. പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്വേഷണം ഊർജിതമാക്കി NIA. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിന് പിന്നാലെ മരിച്ച 5 പേരുടെ മരണകാരണം സംബന്ധിച്ച് അവ്യക്തത തുടരുന്നു. ഗോവയിലെ ഷിർഗാവോയിൽ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന തിക്കിലും തിരക്കിലും പെട്ട് 6 മരണം. 500 കിലോ ഭാരമുള്ള സോവിയറ്റ് സ്പേസ് ക്രാഫ്റ്റ് കോസ്മോസ് 482 നിയന്ത്രണം വിട്ട് ഭൂമിയിലേക്ക് അടുക്കുന്നു. കോസ്മോസ് ഈ ആഴ്ച ഭൂമിയിൽ പതിക്കുമെന്ന റിപ്പോർട്ട്. ലണ്ടനും കാനഡയും US-ഉം ഭീതിയിൽ. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ചൊവ്വാഴ്ച വൈറ്റ് ഹൗസ് സന്ദർശിച്ച് ഡൊണാൾഡ് ട്രംപുമായി നിർണായക ചർച്ച നടത്തും. ചാൾസ് മൂന്നാമൻ രാജകുമാരന്റെയും കാമില രാജ്ഞിയുടെയും കാനഡ സന്ദർശനവും പ്രഖ്യാപിച്ച് കാർണി. വിസ നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി താമസിക്കുന്നവർക്ക് രാജ്യം വിടുന്നതിന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച ഗ്രേസ് പീരീഡ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. 3 മാസത്തെ പൊതുമാപ്പ് കാലയളവ് ഈ മാസം 9-ന് അവസാനിക്കും. ദുബായിലെ സ്വകാര്യ സ്കൂളുകൾക്ക് അടുത്ത അധ്യയന വർഷം ഫീസ് വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി. പ്രവാസികൾക്ക് അടുത്ത ഇരുട്ടടി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി തൃണമൂൽ കോൺഗ്രസിനെ UDF-ലെ അസോസിയേറ്റ് പാർട്ടിയാക്കാൻ തീരുമാനം. കേരളത്തിലെ കോൺഗ്രസ് പരിപാടികളിൽ ഇനി പ്രവർത്തകർ ഇടിച്ചു കയറരുത്, തിക്കിത്തിരക്കരുത്. പ്രവർത്തകർക്കും നേതാക്കൾക്കും പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. വാർത്തകൾ വിശദമായി. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായോ ഇദി അമീനുമായോ താരതമ്യം ചെയ്യേണ്ടി വരുന്ന ഗതികേടിലേക്കാണോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പോക്കെന്നതാണ് ഈ ദിവസത്തെ ചോദ്യം. സദ്ദാം ഹുസൈൻ, അഡോൾഫ് ഹിറ്റ്ലർ എന്നിവരെ പോലെ ഈ ആധുനിക കാലത്ത് ഏകാധിപതിപ്പട്ടം എടുത്തണിയാൻ ഒരുങ്ങുകയാണോ? അധികാരത്തിൻ്റെ 100 ദിനങ്ങൾ ഒരുക്കി പൂർത്തിയാക്കിയതിൻ്റെ മത്ത് പിടിച്ച അമേരിക്കൻ പ്രസിഡന്റ്. ഈ ഏകാധിപതികൾ ചെയ്തു വന്നിരുന്നത് പോലെ വരുന്ന ജൂൺ 14-ന് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ജന്മദിനത്തിൽ സായുധ സൈനിക പരേഡ് നടത്താൻ ഒരുങ്ങുകയാണ്. സൈനിക പരേഡിനുള്ള വിശദമായ പദ്ധതികളിൽ 6000-ലധികം സൈനികർ, 150-ലധികം വാഹനങ്ങൾ, 50 ഹെലികോപ്റ്ററുകൾ, 7 ബാൻഡുകൾ, ആയിരക്കണക്കിന് സിവിലിയൻ നർത്തകർ എന്നിവർ ഉൾപ്പെടുമെന്നാണ് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കൻ സൈന്യത്തിൻ്റെ 250-ാം ജന്മദിനവും ട്രംപിന് 79 വയസ്സും തികയുന്ന ജൂൺ 14-ന് പതിവിലും ഭംഗിയായി പരേഡ് നടക്കുമെന്നാണ് റിപ്പോർട്ട്. സൈനികർക്ക് പുറമെ റവല്യൂഷണറി ആഭ്യന്തര യുദ്ധങ്ങൾ, 2 ലോക മഹായുദ്ധങ്ങൾ മുതൽ വിയറ്റ്നാം, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ അമേരിക്കയുടെ ചരിത്രപരമായ ഇടപെടലുകൾ എന്നിവയുടെ സജീവ ചിത്രീകരണങ്ങൾ, ഉപകരണങ്ങൾ ഇവയൊക്കെ പരേഡിൽ ഉൾപ്പെടുമെന്ന് റിപ്പോർട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി എല്ലാം പണയപ്പെടുത്തിയ നിസ്വാർത്ഥരായ അമേരിക്കക്കാരുടെ മുൻ തലമുറകളെ ആദരിക്കുന്നൊരു ചരിത്രപരമായ ആഘോഷം. സൈന്യത്തിൻ്റെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ പ്രസിഡന്റ് പദ്ധതിയിടുന്നു തൻ്റെ ജന്മദിനത്തിൽ നിന്ന് വൈറ്റ് ഹൗസ് ആഭ്യന്തര നയ കൗൺസിൽ ഡയറക്ടർ വിൻസ് ഹാൻലി മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി US-ൽ പിരിച്ചുവിടലിനും അപ്പുറം നിയമന നിരോധനം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് വൈറ്റ് ഹൗസ്. സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയിലെ ജീവനക്കാരെ 1200 തസ്തികകൾ എന്നതിലേക്ക് ചുരുക്കുന്നു. അതേസമയം നാഷണൽ സെക്യൂരിറ്റി ഏജൻസി ഉൾപ്പെടെയുള്ള മറ്റ് ഇന്റലിജൻസ് ഏജൻസികളിലും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ കുറയ്ക്കാനാണ് വൈറ്റ് ഹൗസ് പദ്ധതിയിടുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. CIA-യിലെ ആസൂത്രിതമായ വെട്ടിക്കുറവുകളെക്കുറിച്ച് ട്രംപ് ഭരണകൂടം ഇതിനകം തന്നെ കോൺഗ്രസ് അംഗങ്ങളോട് വിശദീകരണം നൽകിയിട്ടുണ്ട്. പിരിച്ചുവിടലുകൾക്ക് പകരമായി നിയമനങ്ങൾ കുറയ്ക്കുന്നതിലൂടെ വർഷങ്ങൾ കൊണ്ട് തൻ്റെ അജണ്ട നടപ്പാക്കുമെന്നാണ് ട്രംപിൻ്റെ തീരുമാനമെന്ന് വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നു. US-ന്റെ പ്രതിരോധ ഇതര ചെലവുകളിൽ $163 ബില്യൺ വെട്ടിക്കുറവ് വരുത്തി പ്രതിരോധ ബജറ്റ് മുമ്പെങ്ങുമില്ലാത്ത വിധം കുത്തനെ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക പരിപാടികളിൽ വൻ വെട്ടിക്കുറവുകൾ വരുത്തുന്നതിനിടെയാണ് ട്രംപ് പ്രതിരോധത്തിനും ആഭ്യന്തര സുരക്ഷാ വകുപ്പിനുമുള്ള ചിലവ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നത്. രാജ്യത്തിൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിലും കുടിയേറ്റം തടയുന്നതിലും ട്രംപ് കൂടുതൽ ശ്രദ്ധാലുവാണെന്ന് വ്യക്തമാക്കുന്നു. പ്രതിരോധ ഇതര ചെലവുകളിൽ $163 ബില്യൺ വെട്ടിക്കുറയ്ക്കുന്നത് പരിസ്ഥിതി പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾക്കുള്ള സാമ്പത്തിക ചെലവുകൾ
വെട്ടിക്കുറയ്ക്കുന്നതിന് സ്വാഭാവികമായും കാരണമാകും. ട്രംപിൻ്റെ സ്വന്തം അന്വേഷണ ഏജൻസിയായ FBI-ക്കും ഇത് ബാധകമാണ്. ഡ്രഗ് എൻഫോഴ്സ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനും മദ്യം, പുകയില, തോക്കുകൾ, സ്ഫോടവസ്തുക്കൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന ബ്യൂറോയ്ക്കും ചെലവ് വെട്ടിച്ചുരുക്കൽ പദ്ധതി ബാധകമാകും. പാകിസ്ഥാന് ഫണ്ടുകളും വായ്പകളും നൽകുന്നത് ഇനി പുനഃപരിശോധിക്കണമെന്ന് IMF-നോട് ഇന്ത്യ ശക്തമായി ആവശ്യപ്പെടും. പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്തണമെന്നാകും FATF-നോട് ഇന്ത്യ ആവശ്യപ്പെടുക. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ ചെയ്തികൾ രാജ്യാന്തര വേദികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവിടെ നിന്നും പാകിസ്ഥാൻ ലഭിക്കേണ്ട സഹായങ്ങൾ റദ്ദാക്കൽ നടപടികൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. രാജ്യാന്തര നാണയനിധി, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, UN എന്നീ വേദികളിൽ പാകിസ്ഥാനെതിരെ നീക്കം ശക്തമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിന് പിന്നാലെ മരിച്ച 5 പേരുടെ മരണകാരണം സംബന്ധിച്ച അവ്യക്തത തുടരുകയാണ്. ഇതിൽ 2 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കഴിഞ്ഞു. 3 പേരുടെ മരണം ശ്വാസം കിട്ടാതെയുള്ള മരണമാണെന്ന് T. സിദ്ദിഖ് MLയുടെ ആരോപണം തള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ രംഗത്ത് വന്നിരുന്നു. ഇതോടെയാണ് സംഭവം കൂടുതൽ വിവാദമായത്. വെസ്റ്റ് ഹിൽ സ്വദേശിയായ ഗോപാലൻ, വടകര സ്വദേശിയായ സുരേന്ദ്രൻ, മേപ്പേർ സ്വദേശിയായ ഗംഗാധരൻ, മേപ്പാടി സ്വദേശി നസീറ, തിരിച്ചറിയാത്ത മറ്റാൾ എന്നിവരാണ് ആശുപത്രിയിൽ മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തോട് ചേർന്നുള്ള UP റൂമിൽ നിന്ന് പുകയുന്നത്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നു. 200-ലധികം രോഗികളാണ് രാത്രിയോടെ മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റ് സർക്കാർ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. സംഭവത്തെപ്പറ്റി ആരോഗ്യ വകുപ്പ് ഉന്നതതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗോവയിലെ ഷിർഗാവോയിൽ ലൈറായി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന തിക്കിലും തിരക്കിലും പെട്ട് 6 പേര് മരിച്ചു. 50-ലധികം പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച പുലർച്ചെ 4:30 അപകടമുണ്ടായത്. പിന്നീടാണ് മരണവിവരം പുറത്തറിഞ്ഞത്. ഘോഷയാത്രയ്ക്കിടെ ചിലർക്ക് വൈദഗ്ധ്യമേറ്റെന്നും ഇതാണ് ജനങ്ങളുടെ പെട്ടെന്നുള്ള പരിഭ്രാന്തിക്ക് വഴിവെച്ചതെന്നും പോലീസ് വെളിപ്പെടുത്തി. ഹെയ്ത്തിയുടെ തലസ്ഥാന നഗരത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുത്ത ശക്തമായൊരു ഹെയ്ത്തിൻ സംഘത്തെ അന്തർദേശീയ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ചു. വിവ് ആൻഡ് സാം, ലൈഫ് ടുഗദർ എന്നറിയപ്പെടുന്ന ക്രിമിനൽ സഖ്യത്തെയും ഒക്ടോബറിൽ കാർഷിക പട്ടണമായ പോൺസോണ്ടയിൽ കുറഞ്ഞത് 115 കർഷകരുടെ കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഗ്രാൻഡ് ഗിഫ് എന്ന സംഘത്തെയുമാണ് ഭീകര പട്ടികയിൽ US ഉൾപ്പെടുത്തിയത്. മേഖലയിലെ US ദേശീയ സുരക്ഷാ താൽപ്പര്യങ്ങൾക്ക് ഈ സംഘം നേരിട്ടുള്ള ഭീഷണിയാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഒരു പ്രസ്താവനയിൽ അറിയിച്ചു. സംഘങ്ങൾക്ക് ഭൗതിക പിന്തുണയോ സഹായിക്കാൻ വിഭവങ്ങളോ നൽകുന്നത് ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തുന്നതിനും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള കടുത്ത നടപടിക്ക് നയിച്ചേക്കാമെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. യൂറോപ്പും കാനഡയും US ഇപ്പോൾ ഭീതിയിലാണ്, ആശങ്കയിലാണ്. പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഓർമ്മ ലോകത്തിന് മുന്നിൽ പുതുക്കിക്കൊണ്ട് 500 കിലോഗ്രാം ഭാരമുള്ള ഒരു സോവിയറ്റ് സ്പേസ് ക്രാഫ്റ്റ് കോസ്മോസ് 482 നിലവിട്ട് ഭൂമിയിലേക്ക് നിയന്ത്രണം വിട്ട് അതിവേഗം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച അത് ഭൂമിയിൽ തകർന്നു വീഴുമെന്നാണ് കണക്കുകൂട്ടൽ. കോസ്മോസ് യൂറോപ്പിൽ വന്ന് പതിക്കുമോ അതോ അമേരിക്കൻ കടലിൽ വീഴുമോ അതോ അടുത്തിടെ സംഭവിച്ചതുപോലെ ജനവാസ കേന്ദ്രങ്ങളിന്മേൽ പതിക്കുമോ എന്ന ആശങ്കയിലാണ് ശാസ്ത്രലോകം. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ മൂന്നാമതൊരു പ്രബല രാജ്യത്തിന് ഇടപെട്ട് ആ യുദ്ധം നിർത്താനുള്ളൊരു ഉടമ്പടി ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു പോംവഴി കാണിച്ചു കൊടുക്കും. പക്ഷേ ഇത് ശൂന്യാകാശത്ത് നിന്നുമുള്ള യുദ്ധമാണെങ്കിലോ അതും ആർക്കും ഒരു നിയന്ത്രണവുമില്ലാത്തൊരു അപ്രതീക്ഷിതമായൊരു വിസ്ഫോടനം. എപ്പോൾ എവിടെ ഇത് സംഭവിക്കും എന്ന് ഭീതിയോടെ കാത്തിരിക്കുകയാണ് ഇന്ന് ലോകത്തെ ശാസ്ത്ര വിഭാഗം. പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് 500 കിലോ ഭാരമുള്ള ഒരു സോവിയറ്റ് അയച്ച സ്പേസ് ക്രാഫ്റ്റ് ഭൂമിയിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉൽക്ക വരുന്നത് പോലെ. ഉൽക്കയെപ്പോലെ ഭൂമിയിലേക്ക് കുതിക്കുന്ന ആ സ്പേസ് ക്രാഫ്റ്റ് എവിടെ തകർന്ന് വീഴും എന്നാണ് ചോദ്യം. അത് യൂറോപ്പിലേക്ക് വീഴുമോ അതോ അമേരിക്കയിലെ കടലിൽ വീഴുമോ കരയിൽ വീഴുമോ? അതാണ് ഇപ്പോൾ പാശ്ചാത്യ ലോകത്തിൻ്റെ ആശങ്കയ്ക്ക് കാരണം. അതോ അടുത്തിടെ ഫ്ലോറിഡയിലും കെനിയിലുമൊക്കെ സംഭവിച്ചതുപോലെ ജനത്തിന് മണ്ടയ്ക്ക് വന്ന് വീഴുമോ? അതാണ് അടുത്ത ഭീതി. കോസ്മോസ് 482 എന്ന സ്പേസ് ക്രാഫ്റ്റ് 1972 വീനസ് ഗ്രഹത്തെക്കുറിച്ച് കൂലങ്കഷമായി പഠിക്കാനാണ് സോവിയറ്റ് യൂണിയൻ അയച്ചത്. പക്ഷേ മടിയനായ കോസ്മോസ് 482 ഒന്നും ചെയ്തില്ല. വീനസ് യാത്ര ചെയ്യുന്ന ഭാഗത്തേക്ക് പോലും കോസ്മോസ് 482 നോക്കിയത് പോലുമില്ല. അങ്ങനെ 50 വർഷം അത് ശൂന്യാകാശത്ത് വെറുതെ അലസനായി ചുറ്റിക്കറങ്ങി നടന്നു. എന്നിട്ട് ഇപ്പോഴെന്തായി? സോവിയറ്റ് യൂണിയനെ ഇല്ലാതായി വർഷങ്ങളായി. റഷ്യയിലെ ശാസ്ത്രജ്ഞരടക്കം പഴയ കോസ്മോസ് 482 വിസ്മരിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ തന്നെ സ്പേസിലേക്ക് വിട്ട സോവിയറ്റ് യൂണിയനെ ഒരു നോക്ക് കാണാനാണോ എന്ന് തോന്നിക്കും വിധം ആ സ്പേസ് ക്രാഫ്റ്റ് അതിവേഗം
തിരികെ ഭൂമിയിലേക്ക് വരികയാണ്. ഒരു അന്തമുട്ട വരാവാണിതെന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ പറയുന്നത്. മണിക്കൂറിൽ 242 കിലോമീറ്റർ വേഗതയാണ് ഇപ്പോഴതിന്. ഈ മാസം മെയ് മാസം തന്നെ അത് ഭൂമിയിലേക്ക് എത്തും. അതെവിടെ തകർന്നു വീഴും? ഒന്നുകിൽ ലണ്ടനിൽ, അല്ലെങ്കിൽ കാനഡയിലെ അബോർഡയിൽ, അല്ലെങ്കിൽ സൗത്ത് US കടലിൽ, അല്ലെങ്കിൽ US കരയിൽ. എവിടെയായാലും നിയന്ത്രണം വിട്ടുവരുന്ന കോസ്മോസ് അപകടമൊന്നും ഉണ്ടാക്കരുത് എന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ പ്രാർത്ഥന. സാധാരണയായി കടലിലാണ് ഈ വക സാധനങ്ങൾ വന്ന് പതിക്കുന്നതെങ്കിലും അടുത്തിടെ ശൂന്യാകാശത്ത് നിന്ന് ചില ഭാഗങ്ങൾ നേരെ ജനത്തിൻ്റെ തലയിലേക്ക് വന്ന് വീണു, ജനവാസ കേന്ദ്രങ്ങളിൽ വന്ന് പതിച്ചു എന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, കുറഞ്ഞത് 46,000 യന്ത്രഭാഗങ്ങൾ, ഇതുപോലെ വൻ ഭാരമുള്ള യന്ത്രഭാഗങ്ങൾ ശൂന്യാകാശത്ത് ഭൂമിയെ ചുറ്റി ഇപ്പോഴും കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. 500 കിലോ ഭാരമുള്ള ഒരു മെറ്റൽ ഭാഗം മാസങ്ങൾക്ക് മുമ്പാണ് കെനിയയിലെ ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നു പതിച്ചത്. 6 പതിറ്റാണ്ട് മുമ്പ് വിക്ഷേപിച്ച ഒരു റോക്കറ്റ് ലോഞ്ചിങ് മെഷീനിൽ നിന്നുമുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ എത്തിയത്. കഴിഞ്ഞ മാസം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഒരു ഭാഗം ഫ്ലോറിഡയിലെ ഒരു വീടിന് മുകളിൽ വന്ന് പതിച്ചു. ഭാഗ്യത്തിന് ആളപായമുണ്ടായില്ല. അതിന് പിന്നാലെ സ്പേസ് എക്സിൻ്റെ ഒരു ഭാഗം കാനഡയിലെ ഒരു ഫാമിൽ തകർന്നു വീണു. അവിടെയും ആളപായമുണ്ടായില്ല, ഭാഗ്യത്തിന്. ഇതോടെ കോസ്മോസ് 482ൻ്റെ ഈ തിരിച്ചുള്ള വരവ് ഒരു ആഗോള പ്രശ്നമായി മാറിയിരിക്കുകയാണ്. നിയന്ത്രണമില്ലാതെ ഭൂമിയിലേക്ക് വരുന്ന കോസ്മോസ് യൂറോപ്പിലോ അമേരിക്കയിലോ എവിടെ വേണം പതിക്കാം എന്നതിന് കാരണം. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒരു ഭാഗത്തിന് നിയന്ത്രിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ അതില്ല എന്നതാണ് ശാസ്ത്രലോകത്തെ കൂടുതൽ കുഴക്കുന്നത്. കനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ചൊവ്വാഴ്ച വൈറ്റ് ഹൗസ് സന്ദർശിച്ച് ഡൊണാൾഡ് ട്രംപുമായി നിർണായകമായ ചർച്ചകൾ നടത്തും. അടിയന്തര താരിഫുകളും US കാനഡ തമ്മിലുള്ള വിശാലമായ ബന്ധങ്ങൾ വീണ്ടും ആരംഭിക്കുന്നതും ചർച്ചയാകും. ഫെഡറൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തൻ്റെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ മാർക്ക് കാർണി പറഞ്ഞത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള വരാനിരിക്കുന്ന ചർച്ചകളെ എങ്ങനെ സമീപിക്കും എന്നതിനെക്കുറിച്ചാണ്. ഈ മാസം അവസാനം കാനഡ സന്ദർശിക്കുന്ന ചാൾസ് മൂന്നാമൻ രാജാവിൻ്റെയും കാമില രാജ്ഞിയുടെയും വരാനിരിക്കുന്ന സന്ദർശനത്തെക്കുറിച്ചും കാർണി പ്രഖ്യാപനം നടത്തി. ട്രംപിൻ്റെ ഭീഷണിയും ചുമത്തിയ തീരുവകളും കാനഡയെ USൻ്റെ 51ാമത് സംസ്ഥാനമാക്കുന്നതിനെക്കുറിച്ചുള്ള പ്രസിഡന്റിൻ്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകൾ മൂലം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രബന്ധം വഷളായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ കാനഡയുടെ US ആദ്യത്തെ ഔദ്യോഗിക സന്ദർശനം. മെയ് 27 കാനഡയുടെ 45ാമത് പാർലമെൻറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ചാൾസ് രാജാവിനെ ക്ഷണിച്ചതായും അതൊരു ചരിത്ര ബഹുമതിയാണെന്നും കാർണി പറയുന്നു. മെയ് 12 കാനഡയുടെ പുതിയ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ബ്രിട്ടീഷ് രാജകുടുംബവുമായ ഒരു അനുരഞ്ജനം താൻ വീണ്ടും ആഗ്രഹിക്കുന്നെന്ന് സസെക്സ് ഡ്യൂക്ക് പ്രിൻസ് ഹാരി BBC-യോട് പറഞ്ഞു. UK തൻ്റെ സുരക്ഷയ്ക്കുള്ള നിയമപരമായ വെല്ലുവിളിയിൽ പരാജയപ്പെട്ടതിൽ താൻ തകർന്നിരിക്കുകയാണെന്നും അദ്ദേഹം ഒരു വൈകാരികമായ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തിയത്. സുരക്ഷാ കാരണങ്ങൾ കാരണം രാജാവ് തന്നോട് സംസാരിക്കുന്നില്ലെന്നും എന്നാൽ ഇനി വഴക്കിടാൻ തനിക്ക് ആഗ്രഹമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. UK തനിക്കും കുടുംബത്തിനും അർഹതയുള്ള സുരക്ഷാ നിലവാരത്തെക്കുറിച്ചുള്ള അപ്പീൽ നൽകിയത് പരാജയപ്പെട്ടതിന് ശേഷം കാലിഫോർണിയയിൽ പ്രതികരിക്കുകയായിരുന്നു പ്രിൻസ് ഹാരി. ഈ പ്രശ്നങ്ങളെല്ലാം കോടതികൾ ആവർത്തിച്ച് സൂക്ഷ്മമായി പരിശോധിച്ചവയാണെന്നാണ് ബക്കിംഗ്ഹാം പാലസ് പ്രതികരിച്ചത്. ഇനി ഗൾഫ് വാർത്തകളിലേക്ക്. വിസ നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി താമസിക്കുന്നവർക്ക് രാജ്യം വിടുന്നതിന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച ഗ്രേസ് പീരീഡ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. 3 മാസത്തെ പൊതുവായ്പ കാലയളവ് ഈ മാസം 9 അവസാനിക്കും. മതിയായ താമസരേഖകളില്ലാതെ വിസ നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി ഖത്തറിൽ താമസിക്കുന്നവർക്ക് പിഴയോ ശിക്ഷയോ ഇല്ലാതെ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അവസരമൊരുക്കുന്നതാണ് ഈ പൊതുമാപ്പ്. ഫെബ്രുവരി 9 നിലവിൽ വന്ന 3 മാസത്തെ പൊതുമാപ്പ് കാലയളവ് ഇതിനകം പ്രയോജനപ്പെടുത്തിയത് ആയിരക്കണക്കിന് പേരാണ്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകരുടെ തിരിച്ചറിയൽ രേഖയായ നുസ് കാർഡുകളുടെ വിതരണം ആരംഭിച്ചു. ഹജ്ജ് വിസ ലഭിച്ച വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് അവിടങ്ങളിൽ വെച്ച് തന്നെയാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം കാർഡുകൾ വിതരണം ചെയ്തത്. 1.5 ലക്ഷത്തിലധികം കാർഡുകൾ ഇതിനകം വിതരണം ചെയ്ത് പ്രതിദിനം 70,000 കാർഡുകൾ വരെ വിതരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് നടപടികൾ. തീർത്ഥാടകരെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ അടങ്ങിയതാണ് ഈ കാർഡ്. പുണ്യസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിന് യാത്രയ്ക്കും നുസ്ക് എന്നറിയപ്പെടുന്ന കാർഡ് നിർബന്ധമാണ്. പുതിയ കാറുകൾ വിൽക്കുന്നതിന് മുമ്പ് ഉപഭോക്താക്കൾക്ക് നൽകുന്ന മാർക്കറ്റിംഗ് പരസ്യങ്ങളിൽ വാഹനത്തിൻ്റെയും സ്പെയർ പാർട്സുകളുടെയും വില, മെയിൻ്റനൻസ് ചിലവുകൾ എന്നിവ നിർബന്ധമായും കാർഡ് ഡീലർമാർ ഉൾപ്പെടുത്തണമെന്ന് സർക്കുലർ പുറത്തിറക്കി ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം. വാഹന വിൽപ്പനയിൽ ഡീലർക്കും ഉപഭോക്താവിനിടയിൽ സുതാര്യത ഉറപ്പാക്കാനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുമാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ ഈ ഇടപെടൽ. കാർ ഡീലർമാർ വാഹനത്തിൻ്റെയും സ്പെയർ പാർട്സുകളുടെയും വില, മെയിൻ്റനൻസ് ചിലവ് എന്നിവ പരസ്യങ്ങളിൽ തന്നെ വ്യക്തമാക്കണം. ഷോറൂമുകളിൽ വാഹനങ്ങളുടെ വിലയ്ക്കൊപ്പം ട്രാൻസ്മിഷൻ, എഞ്ചിൻ തുടങ്ങിയ സംബന്ധിച്ച കൃത്യമായ സാങ്കേതിക വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കണം. ദുബായിലെ സ്വകാര്യ സ്കൂളുകൾക്ക് അടുത്ത അധ്യയന വർഷം ഫീസ് വർദ്ധിപ്പിക്കാൻ ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അനുമതി നൽകി.
2025-26 അധ്യയന വർഷത്തിൽ 2.35% ഫീസ് വർദ്ധിപ്പിക്കാനാണ് അനുമതി. ഡിജിറ്റൽ ദുബായ് അതോറിറ്റിയുമായി സഹകരിച്ച് ദുബായിലെ സ്വകാര്യ സ്കൂളുകൾ സമർപ്പിച്ച വാർഷിക സാമ്പത്തിക റിപ്പോർട്ടുകൾ വിലയിരുത്തിയാണ് ഫീസ് വർധനയ്ക്ക് അതോറിറ്റി അനുമതി നൽകിയത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകളിലേക്ക്. നാഷണൽ ഹൈലൈറ്റ്സ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്വേഷണം ഊർജിതമാക്കി NIA. 2023 നടന്ന രജൌരി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഭീകരരെ NIA ചോദ്യം ചെയ്തു. 2 വർഷമായി കശ്മീരിൽ ജയിലിൽ കഴിയുന്ന മുഷ്താഖ്, നിസാർ എന്നിവരെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ കുറ്റവാളികളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ. ഭീകരാക്രമണത്തിൽ 7 ഭീകരർക്ക് പങ്കുണ്ടെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആക്രമണം നടത്തുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമെന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകര ആക്രമണത്തെ തുടർന്ന് രാജ്യത്ത് വലിയ ചർച്ചകൾ നടക്കുകയാണെന്നും പ്രശ്നത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കാനും ഭാരതത്തിനും ലോകത്തിനും സമാധാനം ഉറപ്പുവരുത്താനും മോദിക്ക് കഴിയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും രജനീകാന്ത് പറഞ്ഞു. മുംബൈയിലെ ആഗോള ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടിയായ വേവ്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രജനീകാന്ത്. ഇനി കേരള ഹൈലൈറ്റ്സ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തൃണമൂൽ കോൺഗ്രസിനെ UDFിലെ അസോസിയേറ്റഡ് പാർട്ടിയാക്കാൻ തീരുമാനം. ഹൈക്കമാൻഡ് അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുന്നത് സംബന്ധിച്ച് പിന്നീട് തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. അസോസിയേറ്റ് പാർട്ടി മുന്നണിക്കകത്ത് നിൽക്കുന്ന പാർട്ടിയായിരിക്കില്ല. എല്ലാവിധ സ്വതന്ത്ര അവകാശങ്ങളും ഉണ്ടായിരിക്കും മുന്നണിക്കകത്ത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശിനെ മുന്നണി യോഗം ചുമതലപ്പെടുത്തിയത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിവയ്ക്കാവുന്ന റിപ്പോർട്ടുകളോട് ഹൈക്കമാൻഡ് തീരുമാനം അനുസരിക്കുമെന്ന് മാത്രം പ്രതികരിച്ച് കെ സുധാകരൻ MP. KPCC അധ്യക്ഷനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ലെന്നും സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഹൈക്കമാൻഡ് പറയുന്നതനുസരിക്കാനേ തനിക്ക് യോഗമുള്ളൂ, ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഹൈക്കമാൻഡ് തീരുമാനം മനസ്സാ ശിരസാ സ്വീകരിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. ഡൽഹിയിലെത്തിയ കെ സുധാകരൻ ഈ വിഷയത്തിൽ മണിക്കൂറുകളോളം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും സംസാരിച്ചിരുന്നു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ ഇനി തിക്കും തിരക്കും ഉണ്ടാകരുതെന്നാണ് അന്ത്യശാസനം. പ്രവർത്തകർക്കും നേതാക്കൾക്കും പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. വേദിയിൽ കസേരകളിൽ പേരെഴുതി ഒട്ടിക്കണം. ജാഥകളിൽ അത് നയിക്കുന്ന ആളുടെയോ ബാനറിൻ്റെയോ മുന്നിലേക്ക് പ്രവർത്തകർ ഇടിച്ചു കയറി തിക്കിത്തിരക്കി നിൽക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രവർത്തകർക്ക് നൽകിയത്. പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നത് അച്ചടക്ക ലംഘനമായി കാണുമെന്ന് ഇത് സംബന്ധിച്ച് സർക്കിളിൽ പറയുന്നു. കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടനത്തിനിടെ ഉണ്ടാക്കിയ തിക്കും തിരക്കും പാർട്ടിക്ക് ആകെ നാണക്കേടുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് പുതിയ പെരുമാറ്റച്ചട്ടം. വികസനത്തിൽ ആരുമായും സഹകരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചങ്ങലയില്ലാതെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഏതൊരു മൂലധന നിക്ഷേപത്തോടും സഹകരിക്കും. അദാനി അടക്കം ലോകത്തെ മുതലാളിമാരാക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് ആണെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. BJPയും കോൺഗ്രസും തമ്മിൽ വർഗപരമായ വ്യത്യാസമൊന്നുമില്ല. വികസനത്തിൽ അദാനിയുമായി മാത്രമല്ല ലോകത്തെ ആരുമായും CPM സഹകരിക്കും. തങ്ങൾക്ക് ചങ്ങലയില്ലാതെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഏതൊരു മൂലധന നിക്ഷേപത്തോടും സഹകരിക്കും. ഇതാണ് CPMന്റെ നിലപാടെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 112.39 ഇന്ത്യൻ രൂപ, $1 84.58 ഇന്ത്യൻ രൂപ, €1 95.49 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് $1.33. ഇനി സ്പോർട്സ്. IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 38 റൺ ജയവുമായി ഗുജറാത്ത് ടൈറ്റൻസ്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെയും ജോസ് ബട്ട്ലറുടെയും അർദ്ധ സെഞ്ചുറികളും മികച്ച ആ കൂട്ടുകെട്ടുമാണ് ഗുജറാത്തിന് ജയം സമ്മാനിച്ചത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 224 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഹൈദരാബാദിന് നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡൊണാൾഡ് ട്രംപ് ഏകാധിപത്യ പട്ടമണിയാനുള്ള ശ്രമങ്ങളിലാണ്. ട്രംപിന്റെ ജന്മദിനമായ ജൂൺ 14 വാഷിംഗ്ടണിൽ സൈനിക പരേഡ് നടത്തി ആഘോഷിക്കാൻ വൈറ്റ് ഹൗസ്. ട്രംപിന്റെ പോക്ക് ഇനി എങ്ങോട്ടാണ്? ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി US-ൽ പിരിച്ചുവിടലിനുമപ്പുറം നിയമന നിരോധനം കൊണ്ടുവരാൻ ഒരുങ്ങി വൈറ്റ് ഹൗസ്. സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയിലെ ജീവനക്കാരെ 1200 പേരായി കുറയ്ക്കാനും തീരുമാനം. US-ന്റെ പ്രതിരോധ ചെലവുകളിൽ $163 ബില്യൺ വെട്ടിക്കുറവ് വരുത്തി പ്രതിരോധ ബജറ്റ് മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം. വീണ്ടും FBI-ക്കും ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷനും അടക്കം ചിലവുകൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരും. പാകിസ്ഥാന് ഫണ്ടുകളും വായ്പകളും നൽകുന്നത് പുനഃപരിശോധിക്കണമെന്ന് IMF-നോട് ആവശ്യപ്പെട്ട നീക്കവുമായി ഇന്ത്യ. പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെടും. ഇന്ത്യ തുടങ്ങി വച്ചത് പാകിസ്ഥാന്റെ ചെയ്തികൾ രാജ്യാന്തര വേദികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പാകിസ്ഥാന് ലഭിക്കേണ്ട
സഹായങ്ങൾ തടയാൻ. പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്വേഷണം ഊർജിതമാക്കി NIA. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിന് പിന്നാലെ മരിച്ച 5 പേരുടെ മരണകാരണം സംബന്ധിച്ച് അവ്യക്തത തുടരുന്നു. ഗോവയിലെ ഷിർഗാവോയിൽ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന തിക്കിലും തിരക്കിലും പെട്ട് 6 മരണം. 500 കിലോ ഭാരമുള്ള സോവിയറ്റ് സ്പേസ് ക്രാഫ്റ്റ് കോസ്മോസ് 482 നിയന്ത്രണം വിട്ട് ഭൂമിയിലേക്ക് അടുക്കുന്നു. കോസ്മോസ് ഈ ആഴ്ച ഭൂമിയിൽ പതിക്കുമെന്ന റിപ്പോർട്ട്. ലണ്ടനും കാനഡയും US-ഉം ഭീതിയിൽ. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ചൊവ്വാഴ്ച വൈറ്റ് ഹൗസ് സന്ദർശിച്ച് ഡൊണാൾഡ് ട്രംപുമായി നിർണായക ചർച്ച നടത്തും. ചാൾസ് മൂന്നാമൻ രാജകുമാരന്റെയും കാമില രാജ്ഞിയുടെയും കാനഡ സന്ദർശനവും പ്രഖ്യാപിച്ച് കാർണി. വിസ നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി താമസിക്കുന്നവർക്ക് രാജ്യം വിടുന്നതിന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച ഗ്രേസ് പീരീഡ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. 3 മാസത്തെ പൊതുമാപ്പ് കാലയളവ് ഈ മാസം 9-ന് അവസാനിക്കും. ദുബായിലെ സ്വകാര്യ സ്കൂളുകൾക്ക് അടുത്ത അധ്യയന വർഷം ഫീസ് വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി. പ്രവാസികൾക്ക് അടുത്ത ഇരുട്ടടി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി തൃണമൂൽ കോൺഗ്രസിനെ UDF-ലെ അസോസിയേറ്റ് പാർട്ടിയാക്കാൻ തീരുമാനം. കേരളത്തിലെ കോൺഗ്രസ് പരിപാടികളിൽ ഇനി പ്രവർത്തകർ ഇടിച്ചു കയറരുത്, തിരക്കരുത്. പ്രവർത്തകർക്കും നേതാക്കൾക്കും പെരുമാറ്റച്ചട്ടം നിലവിൽ. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.